ഹലോ, വെൽക്കം ടു റീഷ് ഡയറി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനും അമ്മയും കൂടി അമ്മമ്മേനെ കാണാൻ പോവുകയാണേ. കുറേ നാളായി അമ്മമ്മേനെ കണ്ടിട്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊരു ദിവസം പോയിട്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. രാവിലെ 10 മണിയുടെ ബസ്സിന് ഇറങ്ങിയതാണ്. ഒരു 10-12 മണിയായി അവിടെ എത്താൻ. തോട്ടടയിലാണ് അമ്മമ്മയുടെ വീട്. അപ്പോൾ വീട്ടിലെത്തി കുറച്ച് കുശലൊക്കെ പറഞ്ഞ് നല്ല ലൈം സോഡയൊക്കെ കുടിച്ച് ആ ഉച്ച വെയിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. വീട്ടിൻ്റെ മുറ്റത്തിന് ചെറിയ പണികളൊക്കെ എടുക്കുന്നുണ്ട്. ഇതുപോലൊന്നും ആയിരുന്നില്ല, സിമൻ്റ് ഇട്ട മുറ്റായിരുന്നു. ഇപ്പോൾ സ്റ്റോണ് പാകുവാണ്. അപ്പോൾ നാലുപാടും ഉള്ള പണികളൊക്കെ ബാക്കിയായിട്ടുണ്ട്. ഈ സ്റ്റോണ് ഇട്ടത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ചൂടായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ നല്ല മരങ്ങളും തണുപ്പും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു. ഒരു ഇല പോലും അനങ്ങാത്തൊരു അവസ്ഥയാണ് ഉള്ളത്. ഈ അമ്മ വീട് എന്ന് പറയുന്നത് കുറേ ഓർമ്മകൾ നമുക്ക് തരുന്നതാണല്ലേ. പണ്ട് സ്കൂളൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും അമ്മമ്മേൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് നാൾ ഇവിടെ സ്ഥിരതാമസമായിരുന്നു അമ്മമ്മയുടെ അടുത്ത്, അച്ഛൻ ഗൾഫിലൊക്കെ പോയ സമയത്ത്. ആ ഒരു ഓർമ്മകളൊക്കെ ഇന്നും മനസ്സിൽ എന്താ പറയുക, ഒട്ടും മങ്ങാതെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മാമൻ്റെ മോൾക്ക്, അവൾ മംഗലാപുരത്താണ് പഠിക്കുന്നത്, നഴ്സിങ്ങിന് പഠിക്കുവാണ്. രാവിലെ തന്നെ ട്രെയിനിന് പോകേണ്ടതാണ്. അപ്പം മാമി അവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 7:30 ട്രെയിനിനാണ് അവൾ പോകുന്നത്. ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അവൾ റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ പറമ്പത്തുള്ള ഒരു സ്ഥിരം കാവൽക്കാരിയാണിത്. ചീരു എന്നാണ് പേര്. അപ്പോൾ ആൾ 6 ആൺകുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് വേറെ ഒരു നായ്ക്കളെയും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇവൾ വിടില്ല. ഒരു 5-8 കൊല്ലമായി അവൾ ഈ ഭാഗത്തിങ്ങനെ സ്ഥിരതാമസമാക്കിയിട്ട്. ആളെ കൊണ്ട് ഒരു ശല്യമില്ല. ഇപ്പോൾ 6 കുട്ടികളുണ്ട്. ഓരോന്നും ഓരോ ഭാഗത്തിങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുവാണ്. ഞാൻ അടുത്തോട്ട് പോയപ്പോൾ അത് ആ മരത്തിനുള്ളിലോട്ട് നൂണ് പോകാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മളുമായിട്ട് അത്ര അടുപ്പമൊന്നും ഇല്ല. അമ്മമ്മ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ നായ്ക്കളോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുഞ്ഞു നായ്ക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോക്കിയിരിക്കാറാണ് പതിവ്. അത്ര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അടുത്തോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചെറിയ നായ്ക്കളല്ലേ. ചീരുവിനെ കൊണ്ടും അവൾക്കും ഞങ്ങളെയൊക്കെ ഭയങ്കര വിശ്വാസമുള്ളത് പോലെയാണ്. ഒരു പ്രശ്നവും ഇല്ല അവൾക്ക്. നമ്മളടുത്ത് പോയാലോ ഒന്ന് തൊടാൻ നോക്കിയാലോ ഒന്നും അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല അവൾക്ക്. ഇപ്രാവശ്യം ഈ പ്ലാവിൽ നന്നായിട്ട് ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മാവുണ്ടായിരുന്നു, പപ്പക്കായ് മാങ്ങയുടെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചാലും ഒതുങ്ങാത്തത്ര നല്ല വലിപ്പത്തിലുള്ള ഒരു മാവായിരുന്നു. പക്ഷേ അത് എന്തോ കേട് പറ്റിയിട്ടോ അങ്ങനെ എന്തോ മുറിച്ച് മാറ്റുകയാണ് ചെയ്തത്. അമ്മമ്മയുടെ അടുത്ത് കുറേ ചെടികളും പച്ചക്കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമാണ്. എന്താണ് കഴിക്കുക, ഭക്ഷണമൊന്നും വേണ്ടാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഒത്തിരി ചക്ക ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇടിച്ചക്ക ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നൊരു ചെറിയ ചക്ക പറിക്കുവാണ്. ആൾ കാണാൻ ചെറുതാണെങ്കിലും പറിച്ച് വെട്ടിയൊക്കെ നോക്കുമ്പോൾ കുറച്ച് കുരുവും ചോളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് നാട്ടുമാങ്ങകളുണ്ടായിരുന്നു താഴെ വീണിട്ട്. ഈ മതിലിൻ്റെ സൈഡിലൊരു മാവുണ്ട്. പക്ഷേ പുളി കാരണം ആരും അതിനെ വലിയ മൈൻഡ് ചെയ്യാറില്ല. ഞാനും ഒന്ന് എടുത്ത് നോക്കി, പക്ഷേ ഭയങ്കര പുളിയായിരുന്നു. പിന്നെ കുറച്ചെണ്ണം ഇങ്ങനെ പുഴുവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചീരു അമ്മമ്മ എന്താ ചെയ്യുന്നത് എവിടെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ചൂട് കാരണം ഈ നാൽക്കാലികൾക്കും പക്ഷികൾക്കും ഒക്കെ ഭയങ്കര വിഷമാണ്. ഈ തണുപ്പ് നോക്കിയിട്ടാണ് അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളും തേടി വരുന്നത്. ഇപ്പോൾ പാമ്പ് കടിക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഈ തണുപ്പിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അകത്തും ഈ ചെടിയുടെ ഇടക്കും ഒക്കെ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ജാഗരൂകരായിട്ട് വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും എല്ലാം നമ്മൾ നല്ല ശ്രദ്ധയോടെ വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മ ചക്കയൊക്കെ റെഡിയാക്കി വറവിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമ്മമ്മ അതിൻ്റെ മുള്ളോട് കൂടിയിട്ടാണ് മുറിച്ചിട്ടാക്കുന്നത്. ആ വേവിച്ചതിന് ശേഷമാണ് ആ മുള്ളൊക്കെ മുറിച്ച് കളയുന്നത്. അപ്പോൾ ചക്കയൊക്കെ റെഡിയാക്കിയതിന് ശേഷം അയില മുളകിടുവാണ്. തലയും ഒക്കെ കൂട്ടിയിട്ട് മുളകിടുവാണ്. അമ്മമ്മയുടെ കൈപ്പുണ്യം അപാരമാണ്. നല്ല ടേസ്റ്റാണ് അമ്മമ്മ കറി വെച്ചാലും എന്തുണ്ടാക്കി കഴിഞ്ഞാലും. അപ്പോൾ നല്ല ഇടിച്ചക്കയും മീൻ മുളകിട്ടതും ഒക്കെ കൂട്ടി ചോറ് തിന്നു. ഇപ്പോൾ രാത്രിയൊക്കെ നല്ല ഹെവി ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ലൈറ്റാക്കാമെന്ന് വെച്ചു.
അങ്ങനെ ചോറ് വന്നതിന് ശേഷം നമ്മൾ ഇപ്പുറത്ത് ഇന്ദിരമ്മേനെയും കൂടി കാണാൻ വന്നു. അമ്മമ്മയുടെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ അവിടുന്ന് വർത്തമാനം പറയുന്ന സമയം കൊണ്ട് ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി. ഈ പൂക്കളും ചെടികളും ഒക്കെ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. ഈ ചൂട് കൊണ്ട് ചെടികളും പൂക്കളും ഒക്കെ കരിഞ്ഞു പോകുവാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി മാമൻ്റെ വണ്ടിയിൽ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.